കുട്ടികളെ ഇന്ന് എനിക്ക് തീരെ വയ്യ, നല്ല തൊണ്ടവേദനയാണ്. നിങ്ങൾ എന്നെ കൊണ്ട് ഒച്ചെടുപ്പിക്കരുത് കേട്ടോ. ടീച്ചറെ ഒന്ന് ബാത്റൂമിൽ പോട്ടെ. എന്തിനാണോ ഇപ്പൊ പോകുന്നത്? 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് അല്ലേ, അപ്പൊ പോയാ പോരെ? പ്ലീസ് ടീച്ചർ, അത്യാവശ്യമായിരുന്നു. ഓ ശരി ശരി, പോയിട്ട് വാ നമുക്ക് പോവാ. അല്ലൊന്ന് നിന്നേ, തനിക്കല്ലേ ബാത്റൂമിൽ പോകേണ്ടത്, പിന്നെ എന്തിനാ ആ കുട്ടീനെ വിളിച്ചോണ്ട് പോണത്? അത് ടീച്ചർ, എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാ. ഈ ബാത്റൂം വരെ പോകാൻ തനിക്ക് എന്തിനാടോ കൂട്ട്? തന്നെ ആരെ പിടിച്ചോണ്ട് പോകാനാണ്? ഒറ്റക്ക് പോയാൽ മതി. അതെ ടീച്ചർ, എനിക്ക് ബാത്റൂമിൽ പോകണം. ഓ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. ശരി, രണ്ടുപേരും പോയിട്ടോ. മൂത്രം ഒഴിക്കാൻ പോലും ഒരുമിച്ച് മുട്ടു. എനിക്കിന്ന് തൊണ്ട വയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നില്ല. എല്ലാവരും സയൻസ് ഡയറി ആയിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ എല്ലാവരുടെയും നോട്ട്ബുക്ക് ചെക്ക് ചെയ്യട്ടെ. എന്താ പിള്ളേരെ നോക്കി നിൽക്കണം? ഓരോരുത്തരായിട്ട് വാ. ഞാൻ ഇനി പേര് വിളിക്കണം. എന്നാ ഞാൻ പേര് വിളിക്കാം. ആലിയ. എന്താ അനുസരണ? വിളിച്ചപ്പോ തന്നെ വന്നു. എടാ, തന്നെ കാണാൻ വേണ്ടിട്ടല്ല ഞാൻ വിളിച്ചത്. ബുക്ക് എടുത്തോണ്ട് വാ. സയൻസ് ഡയറി എവിടെ? മിസ്സേ, ഞാൻ സയൻസ് ഡയറി കംപ്ലീറ്റ് ചെയ്തതാ. അപ് ടു ഡേറ്റ് ആണ്. ആ പിന്നെന്താ പ്രശ്നം? അത് എടുത്തോണ്ട് വാ. അത് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ മറന്നുപോയി. ആഹാ, മറന്നുപോയോ? അത് പിന്നെ വീട്ടിൽ ആർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുക? ഞാൻ ഇനി വീട്ടിലേക്ക് വരാൻ തന്നെ. എനിക്ക് തൊണ്ടവേദനയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഫസ്റ്റ് കുട്ടി തന്നെ ബുക്ക് കൊണ്ടുവന്നില്ല. എന്നെ കൊണ്ട് വയ്യ. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ വന്ന് ഒപ്പിട്ട് തരാം. മതിയോ? സോറി മിസ്സേ. ഓ എന്റെ ദൈവമേ, നാളെ രാവിലെ എന്നെ സയൻസ് ഡയറി കൊണ്ടുവന്ന് കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. പോയിരിക്കെ. അടുത്ത ആള് വാ. നീയാ. എല്ലാം എഴുതിയിട്ടുണ്ടോ? അപ് ടു ഡേറ്റ് അല്ലേ? അതെ മിസ്സേ, ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം. ബയോളജിയിൽ എവിടെയാണോ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം? താനത് ഏത് നോട്ട്ബുക്ക് എടുത്തോണ്ട് വന്നേക്കണേ? അത് മിസ്സേ. ഏത് മിസ്സേ? സയൻസ് ഡയറി എവിടെ? മിസ്സേ, ഇതിന്റെ ഫ്രണ്ടിലാ സയൻസ് എഴുതിയേക്കണേ. ഒരു ദിവസം ഞാൻ നോട്ട്ബുക്ക് കൊണ്ടുവരാൻ മറന്നപ്പോ ഹിസ്റ്ററി ക്ലാസിന്റെ നോട്ട് പുറകിൽ എഴുതിയതാ. എന്റെ ദൈവം, ഈ ഒരു ബുക്കിൽ എന്തൊക്കെ എഴുതി വെച്ചേക്കണത്? ഫ്രണ്ടിന്ന് സയൻസ്, പുറകിന്ന് ഹിസ്റ്ററി, നടുക്കുന്ന മലയാളം. തനിക്കൊക്കെ വേണ്ടി 3 പരീക്ഷ ഒരുമിച്ച് നടത്തട്ടെ? അത് മിസ്സേ, മലയാളം മിസ്സിനെ ഹിസ്റ്ററി എടുക്കുന്ന മിസ്സിനെല്ലാം ഈ നോട്ട് കാണിച്ചിട്ട് ഞാൻ വന്നാൽ മതി കേട്ടോ. അവർക്ക് കുഴപ്പമുണ്ടോ നോക്കട്ടെ. എല്ലാം കൂടി ഇങ്ങനെ അവിയൽ വരിയത്തിൽ എഴുതണേനെ, അല്ലെങ്കിൽ ഞാൻ പറയാം. അയ്യോ മിസ്സേ, പ്ലീസ് മിസ്സേ, അവരുടെ അടുത്തേക്ക് എന്നെ വിടല്ലേ മിസ്സേ. അപ്പൊ തനിക്കറിയാലേ സയൻസ് ക്ലാസ്സിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന്. മിസ്സേ പ്ലീസ് മിസ്സേ, എനിക്ക് പേടിയാ മിസ്സേ. ഞാൻ ഇനി എഴുതൂല. നാളെ തന്നെ 3 നോട്ട്ബുക്കിൽ എഴുതി കാണിക്കാം മിസ്സേ. ആ മിസ്സിനെ കൊണ്ട് കാണിക്കാൻ പറയില്ലേ മിസ്സേ? നിർത്തടോ അനാവശ്യമായിട്ടുള്ള ഒരു കരച്ചില്. നാളെ 3 നോട്ടിലാക്കി രാവിലെ എന്നെ കാണിച്ചിട്ട് അസംബ്ലി നിന്നാ മതി, കേട്ടല്ലോ? ശരി മിസ്സേ. എന്നാ പോയിക്കോ. അടുത്ത ആള് വന്നില്ല മന്ത്ര. എന്താ നോട്ട് കംപ്ലീറ്റ് ആണോ, അതോ എന്നെ കൊണ്ട് തൊണ്ടവേദന എടുപ്പിക്കോ? ഇല്ല മിസ്സേ, കംപ്ലീറ്റാ. നമ്മളിപ്പോ എത്രാമത്തെ ചാപ്റ്റർ ആണോ പഠിക്കണേ? അത് മിസ്സേ നമ്മൾ 3rd ചാപ്റ്റർ ആണ് പഠിക്കണേ. ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ലേ കംപ്ലീറ്റ് ആക്കിയേക്കണേ. ബാക്കി 2 ചാപ്റ്റർ വന്ന് ആരെഴുതും? ഞാൻ എഴുതിക്കോളാം മിസ്സേ. എഴുതിക്കോളാന്ന് പറഞ്ഞിട്ട് ഇനി എപ്പോഴാ? അടുത്ത 8ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ അടുത്ത വർഷമാണ് ഈ നോട്ടൊക്കെ എഴുതാൻ പോണത്. അത് മിസ്സേ, ഒട്ടും സമയം കിട്ടുന്നില്ല. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷന് പോകണം. അത് കഴിഞ്ഞിട്ട് സന്ധ്യയാകും. അതാ സമയം കിട്ടുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെ സ്റ്റാറ്റസ് ഞാൻ കാണുന്നുണ്ട്. വാട്സപ്പിൽ പാർക്കിൽ പോകാനും ബീച്ചിൽ പോകാനും കറങ്ങാനൊക്കെ നല്ല സമയം കിട്ടുന്നുണ്ടല്ലോ. കൊറിയൻ ഡ്രാമ കാണാനും സീരീസ് കാണാനും അത് വാട്സപ്പിൽ ഷെയർ ചെയ്യാനും. എന്താണ് കക്കൂസോ ജങ്കൂക്കോ എന്തൊക്കെ പറഞ്ഞ് എപ്പോഴും സ്റ്റാറ്റസ് ഇടാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു പകുതി സമയം മതി തനിക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, കേട്ടോ മിസ്സേ. അത് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എടുത്തോണ്ട് പോടോ. ആരുടെയെങ്കിലും കംപ്ലീറ്റ് ആയ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി. എനിക്ക് വയ്യ മിസ്സേ. എന്റെ നോട്ട് കംപ്ലീറ്റാ. ഇങ്ങതാ നോക്കട്ടെ. അല്ല ഡോറിസേ, നീ പഠിക്കാൻ തന്നെ വരുവാണോ, അതോ ഇവിടെ വല്ല കല്യാണം ഉണ്ടോ? അതെന്താ മിസ്സേ അങ്ങനെ ചോദിച്ചേ? നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം കളർ ഇടാം, യൂണിഫോം ഇടണ്ട, സമ്മതിച്ചു എന്നും പറഞ്ഞ് സ്കൂളിലേക്കല്ലേ വരുന്നത്. ഇതൊരുമാതിരി പാർട്ടിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ. അത് മിസ്സേ, പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. എന്റെ എല്ലാ കളർ ഡ്രസ്സും ഇങ്ങനത്തെയാ. സാധാ കളർ ഡ്രസ്സ് എനിക്കില്ല. സാധാ കളർ ഡ്രസ്സ് ഇല്ലെങ്കിൽ യൂണിഫോം തന്നെ ബുധനാഴ്ച ഇട്ടോണ്ട് വന്നു. ബുധനാഴ്ച കളർ ഇടാന്ന് കരുതി യൂണിഫോം ഇട്ടോണ്ട് വന്ന് ആരോടും വേണ്ടെന്നൊന്നും പറയില്ല. അല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ തന്നെ അമ്മേനോട് പറ. നോട്ട് കംപ്ലീറ്റ് ആണോ നോക്കട്ടെ. കംപ്ലീറ്റ് ആണ് മിസ്. ഇതെന്താ പേജൊക്കെ കീറി വെച്ചേക്കണേ? പേജ് കീറിയെന്നോ? അയ്യോ, അത് ഞാനല്ലല്ലോ. ഇതേത് പേപ്പറാ? എന്താടോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? തനിക്ക് ആര് തന്നതാ? മിസ് എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ, മനസ്സിലാകുന്നില്ല. താൻ എനിക്ക് നോട്ട്ബുക്ക് തന്നപ്പോ ഇത് മാറ്റാൻ മറന്നുപോയി അല്ലേ? ക്ലാസ്സിലെ എല്ലാരും കേട്ടോ, ഒരുത്തിയുടെ സയൻസ് ഡയറിക്കുള്ളിൽ നിന്ന് കിട്ടിയതാ. എത്രയും പ്രിയപ്പെട്ട കാന്താരിക്ക്. അയ്യോ മിസ്സേ, എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ലെറ്ററിനെ പറ്റി. എന്നാ ഇനി അറിഞ്ഞോളൂ. പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുക ഞാൻ. എന്റെ ദൈവമേ, ലവ് ലെറ്റർ, അതും 8ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിന്റെ ബുക്കിൽ നിന്ന്. സത്യമായിട്ടും എനിക്ക് അറിയില്ല മിസ്സേ. ഇത് തന്റെ ബുക്കല്ലേ, അല്ലാണ്ട് എന്റെ അല്ലല്ലോ. താൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ. എത്രയും പ്രിയപ്പെട്ട കാന്താരിക്ക്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്കൂളിൽ വരുന്നത്. എനിക്കിതിനൊരു മറുപടി നീ തരണം എന്ന് നിന്റെ സ്വന്തം കലിപ്പനാകാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കലിപ്പൻ. അയ്യേ, ഇതാരാ എന്റെ ബുക്കിൽ വെച്ചേ?
മര്യാദക്ക് പറഞ്ഞത് ആരാ വെച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ക്ലാസ്സിൽ തീരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോകും. ഇതാരാ എന്റെ ബാഗിൽ വെച്ചേ? ടീച്ചറെ, എന്താടോ? ഇവളുടെ ബുക്കിൽ ലവ് ലെറ്റർ വെച്ചത് ഞാനാ. ടീച്ചർ ഇനി പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകണ്ട. നീയോ? നീ എന്തിനാണ് എന്റെ ബുക്കിൽ ലവ് ലെറ്റർ വെച്ചത്? അത് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. നിർത്തടോ രണ്ടോ. ഇതെന്താടോ നാടകോ? രണ്ടിന്റെ കല്യാണം ഞാൻ നടത്തി തരാം. പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് നടക്ക്. മിസ്, എനിക്ക് അറിയില്ല മിസ് ഇതിനെ പറ്റി. എന്നാ കൂടുതൽ അറിയിക്കാം. എന്തൊരു ധൈര്യം ഇവനെ. ഇനി ഇവിടെ വന്നാൽ ശരിയാകൂല. ഞാൻ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുക. രണ്ടും എന്റെ പുറകെ വന്നേ. ഡാനി, നീ എന്ത് പണിയാ കാണിച്ചേ? അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കൂടി പോകേണ്ടത് ഞാനും കൂടിയല്ലേ? ഞാൻ ആ പേപ്പറിൽ എഴുതിയില്ലേ, ഞാൻ കലിപ്പനാണ്, കൊച്ചു കലിപ്പൻ. എനിക്ക് നേരെ വന്ന് ഇഷ്ടമാണെന്ന് പറയാൻ ഇഷ്ടമല്ല. എനിക്ക് മിസ് വഴി പ്രിൻസിപ്പൾ വഴിയൊക്കെ എന്റെ ഇഷ്ടം നിന്നെ അറിയിക്കാനാണ് എനിക്കിഷ്ടം. ഓ എന്റെ പൊന്നു ഡാനി, ഇത് കുറച്ച് കൂടുതലല്ലേ? അതെ, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടുതലാണ്. എടി ഡോറിസേ, എത്ര നേരം മിസ് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോയിട്ട്? നിങ്ങൾ ഇനി ഇവിടെ നിന്ന് വർത്താനം പറയാതെ വേഗം അങ്ങോട്ട് ചെല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനാടി പ്രിൻസിപ്പളിന്റെ റൂമിൽ പോണേ? നിന്റെ നിരപരാധിത്വം നീ പ്രിൻസിനോട് പറ. അപ്പൊ അവർക്ക് മനസ്സിലാകും. എനിക്ക് പേടിയാവണടി. അയ്യോ, നീ പേടിച്ചെങ്ങനെ ഇരിക്കുകയല്ലോ. നീ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയിട്ട് പറ, നിനക്ക് ഇതിനെപ്പറ്റി അറിവില്ലെന്ന്, നിനക്ക് ഇവനെ ഇഷ്ടമല്ലെന്നും പറ. നീ റെഡി അത് പറയാൻ? നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്. മോനെ ഡാനി, മിണ്ടാതിരുന്നോ. ഡോറിസ് എന്റെ കൂട്ടുകാരിയാണ്. അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. നീ സംസാരിച്ചോ? അതിന് എന്നെ ഇഷ്ടമല്ലെന്ന് അവളെ കൊണ്ട് പറഞ്ഞു പറയിക്കണേ എന്തിനാ? പിന്നെ നീ എന്ത് കരുതി? നിന്റെ പോലത്തെ ക്രിഞ്ച് സാധനത്തിനൊക്കെ പ്രേമിക്കാൻ ഞാൻ എന്റെ കൂട്ടുകാരിനെ സപ്പോർട്ട് ചെയ്യുന്നോ? ക്രിഞ്ചെന്ന് വിളിച്ചാലുണ്ടല്ലോ ഇടിച്ചു നിന്നെ. ഇതേ ചെക്കൻ മിണ്ടാതിരുന്നോ. അയ്യോ, നീ ഇവിടെ കിടന്ന് ഇവരോട് തല്ലു പിടിക്കാതെ എന്നെ കൂടി ഒന്ന് പ്രിൻസിപ്പളിന്റെ അടുത്ത് വാടി. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, നിനക്ക് ഞാനില്ലേ. അയ്യേ, ഒന്ന് പോടാ. എടെ ഡാനി, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു. നിനക്ക് ഇത് ധൈര്യ, നീ യഥാർത്ഥ കലിപ്പൻ തന്നെ. അയ്യേ മുനീറെ, നിനക്ക് നാണയില്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഇനി പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയിട്ട് എന്ത് പറയും? അല്ല മീയെ, നിനക്കെന്താടി പ്രശ്നം? ഡോറിസിനോടല്ലേ അവൻ ലവ് ലെറ്റർ കൊടുത്തത്? ഡോറിസ് അല്ലേ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോണത്? നീ എന്തിനാ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കണേ? ഡോറിസ് എന്റെ ഫ്രണ്ടാ, ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നിനക്ക് അസൂയ അടി, അസൂയ. അയ്യോ, അസൂയോ? ഇവിടെ നിന്ന് തല്ലു പിടിക്കാൻ ഞാനില്ല. ഞാൻ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുക. ഞാൻ പറയൂ എന്റെ നിരപരാധിത്വം. ഡാർലിംഗ്, പോകല്ലേ, ഞാനും കൂടി വരുന്നു. നീ കൂടുതൽ ഇടങ്കോലിടണ്ട. നിന്റെ കൂട്ടുകാരിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ നോക്ക്. ഡാനിയലിന് എന്തായാലും അവളെ ഇഷ്ടാ. അയ്യടാ, ഞാൻ ബ്രോക്കറൊന്നും അല്ല. നീ വേറെ എവിടെയെങ്കിലും നോക്കിയാൽ മതി. ഡോറിസിന് കുറച്ചൊക്കെ ഡാനിയലിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ പേപ്പറിൽ എഴുതി വെച്ചത്. പക്ഷെ നിന്നെപ്പോലുള്ള കൂട്ടുകാരികളുണ്ടെങ്കിൽ എല്ലാം ഇഷ്ടം പോകും. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? എങ്കിൽ നീ കണ്ടോ, ഡോറിസ് ഡാനിയലിനെ പ്രേമിക്കും. നമുക്ക് കാണാടാ. അവൾ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് കാണാം. ബെറ്റ് വെക്കുന്നോ നീ? കാണാം.